മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കോഴിക്കോട് കുറ്റ്യാടിയിൽ ഒളിക്യാമറ വച്ച ലാബ് ഉടമ അറസ്റ്റിൽ. അരീക്കരയിൽ ലാബ് ജീവനക്കാരായ സ്ത്രീകളുടെ താമസ സ്ഥലത്തെ ശുചിമുറിയിലാണ് ഉടമ ഒളിക്യാമറ സ്ഥാപിച്ചത്. ഉടമ അസ്ലമിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. രതീഷ് വാസുദേവൻ ചേരുന്നു വിവരങ്ങളുമായി. രതീഷ്, ഇത് ഒരുപാട് നാളായി ഇയാൾ ശുചിമുറിയിൽ ഒളിക്യാമറ സ്ഥാപിച്ചിരിക്കുകയായിരുന്നു. എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ ശുചിമുറിയിൽ പോയ ഈ ലാബിനോട് ചേർന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ താമസിക്കുന്ന ഒരിടമുണ്ട്. ഇത് താലൂക്ക് ആശുപത്രിയോട് ചേർന്ന്, കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയോട് ചേർന്ന സ്ഥലമാണ്. ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ചില നഴ്സുമാർ ഉൾപ്പെടെ ഇവിടെയാണ് തങ്ങാറ്. ഇവർ ഉപയോഗിച്ച ശുചിമുറിയിൽ ആരോ ഈ ക്യാമറ ഉപയോഗിക്കുന്നുള്ള സംശയത്തെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ഒരാൾ ഈ മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാരെ വിളിച്ചുകൂട്ടി സമീപത്തെ കടകളിലുള്ള ആളുകളൊക്കെ വന്ന് തെരച്ചിൽ നടത്തി CCTV പരിശോധിച്ചു. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ കടയുടെ ഈ ലാബിന്റെ ഉടമകളിൽ ഒരാളായ അസ്ലമാണ് ഈ മൊബൈലിൽ ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കിയത്. ഇത് എത്ര നാൾ ഇങ്ങനെ ഇതിനു മുമ്പ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന് മറ്റും ചോദ്യങ്ങളിൽ വിശദമാവേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെ ആണ് പ്രതിയെ ഇയാളെ പിടിച്ചു വെക്കുകയും കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് പോലീസിനെ അറിയിച്ച് പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനു മുൻപും ഇത്തരത്തിൽ ഇയാൾ ഈ രീതിയിൽ ഉണ്ടോ എന്നൊക്കെ പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഇയാളെ ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. മറ്റ് വിശദാംശങ്ങൾ അറിവായി വരുന്നേയുള്ളൂ. ലക്ഷ്മി. രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.